ഹായ് ഗായ്സ്, അപ്പോൾ ദാണ്ട് ഞങ്ങൾ സ്കൂളൊക്കെ വിട്ട് വന്ന് എന്നിട്ടും ഇവിടെ ഒരാൾക്കൂടെ ഉച്ചയായതേ ഉള്ളു. എന്താ ഇപ്പം എന്താ വൈകി പോയപ്പോൾ ചോറിനാൻ? എന്താ വൈകി പോയ ചോറിനാൻ? കുടുംബശ്രീയുടെ മീറ്റിംഗ് ഉണ്ടായിരുന്നു. ഏട്ടാ ഇവിടെ ഇത് പോയിട്ട് വന്നപ്പോഴത്തേക്കിനും ചോറുണ്ട്. പോയിട്ട് വന്നിട്ട് ചോറുണ്ടാന്ന് വിചാരിച്ചു. 3 മണിയായി വന്നപ്പോഴത്തേക്കിനും. കറിയൊന്നുമില്ലയോ? പിന്നെ വിചാരിച്ചു നിങ്ങളെ കൂടെ വിളിച്ചോണ്ട് നിട്ടാൻ കഴിക്കാൻ. ഇപ്പൊ സമയം 3:45 4 മണി ആയതേ ഉള്ളൂ. കുഴപ്പമില്ല. കറക്റ്റ് ടൈമിൽ നമ്മൾ ഫുഡ് കഴിക്കണം. ഞാൻ കറക്റ്റ് ടൈമിൽ കഴിക്കുന്ന ആളാ. പക്ഷെ ഇതൊന്നും കഴിച്ച് അമ്മമ്മ എന്നപ്പോ കൊണ്ടുവന്നേ. എന്തോ കറിയൊന്നും ഇല്ല ഇവിടെ. ഒന്നുമില്ലല്ലോ പത്രത്തിൽ. കറിയുണ്ട്. കറി ഞാൻ നല്ല പച്ചക്കറി കട പോയപ്പോഴേ കുമ്പിള് മേടിച്ചെന്ന്. അപ്പൊ ഞാൻ കുമ്പിള് തോരൻ വെച്ചു. ചെറിയല്ലെന്ന് കേട്ടോ. കുമ്പളാണോ പത്രത്തിൽ ഇരുന്നത്? ഞാൻ വിചാരിച്ചു ചൂടത്തോണ്ട്. ടേസ്റ്റ് എന്താ അല്ല, എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് ഞാൻ അതും എടുത്തു കേട്ടോ. അപ്പൊ ഇത് കണ്ട അമ്മ മണ്ടക്കാട്ട് പോയപ്പോൾ കൊണ്ടുവന്ന സാധനം. ഇതും ചോറിന്റെ കൂടി ഇങ്ങനെ കഴിച്ചു കഴിഞ്ഞാൽ നല്ല രസം ഉണ്ടായിരുന്നു. അത് ഞാൻ ബാക്കി സാധനങ്ങളൊക്കെ ഇത് കഴിഞ്ഞിട്ട് കാണിക്കാം. പിന്നെ ദാണ്ട പിന്നെ കറിയുണ്ട്, രസം ഇരിപ്പുണ്ട്, ഉണ്ട്. പക്ഷെ ഇങ്ങനെ കഴിക്കാനാണ് എനിക്കിഷ്ടം കേട്ടോ. നമ്മുടെ ആഷ്മിക്കും വന്നപ്പം മുതൽ ഭയങ്കര ഇഷ്ടം. ആഷ്മി ദാണ്ട മാഗി കഴിച്ചോണ്ടിരിക്കുക കേട്ടോ. ആഷ്മിക്ക് ഇതാ ഇഷ്ടം, കുമ്പിള് തോരനും ചോറും. എന്നാ കുമ്പിളും കൂടി ഇട്ട് കൊടുക്കാന്. 100 രൂപയുടെ കുമ്പിള് നമ്മൾ 2 ദിവസം എടുക്കണമല്ലോ. അപ്പൊ കുമ്പിളും കൂടി ഇട്ട് ഇങ്ങനെ ചോറ് ആഷ്മിക്ക് വാരി കൊടുത്തോണ്ടിരിക്കുക. മാഗി വേണ്ടേ? എന്തൊക്കെ നൂഡിൽസ് വേണ്ടാത്ത? വേണ്ട. ലച്ചുവിന് ഞാൻ ചപ്പാത്തി ഇട്ടത് കുറഞ്ഞു പോയി പോലും. 3 ചപ്പാത്തി ഇടണമെന്ന് പറഞ്ഞു. ചപ്പാത്തിയും വെജിറ്റബിൾ കറിയായിരുന്നു ഉച്ചയ്ക്ക് കൊണ്ടുപോയത് കേട്ടോ. 3 ഇടാൻ പറഞ്ഞു. പക്ഷെ ഞാൻ അമ്മയുടെ പാത്രം, ലച്ചുവിന്റെ പാത്രം, ആഷ്മിയുടെ പാത്രത്തിലും 3 പാത്രം നിരത്തി വെച്ചിട്ട് ചുട്ട് അതിലത്തോട്ടം കിട്ടുമായിരുന്നു കേട്ടോ. ഞാൻ അമ്മയുടെ പാത്രത്തിൽ കൂടി കാണും ചിലപ്പം. ഞാൻ നിനക്ക് 3 എണ്ണമായിരുന്നു ഇട്ടെന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പൊ ലച്ചുവിന്റെ പാത്രത്തിൽ ഏതോ ഒരെണ്ണം ആർക്കോ ഒരാൾക്ക് കൂടുതലായിട്ടുണ്ട്. ആശയ്ക്കായിരിക്കത്തില്ല, അമ്മയ്ക്കായിരിക്കും. ഇങ്ങനെ എന്തോ എന്തായാലും ഞാൻ പറഞ്ഞില്ലേ, രസമുണ്ട്. ചൂര വറുത്തതുണ്ടായിരുന്നു, തോരനുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ കുമ്പിള് തോരനും കൂട്ടിയതാണ് ഇങ്ങനെ ഈ കുമ്പിള് തോരനെ അങ്ങനെ തിന്നോ? കുമ്പിള് തോരൻ ഇങ്ങനെ കൂട്ടി ചോറിനാൻ ഭയങ്കര രസമാണ്. ആഷ്മിക്ക് എന്താ അറിയത്തില്ല, കുമ്പിള് തോരൻ ഉണ്ടായിരുന്നു. ഇച്ചിരി തിന്നു. 3-4 വാ എന്റെ കയ്യിൽ നിന്ന് തിന്നു. കുമ്പിള് തോരനല്ലേ, ടേസ്റ്റ് ഉണ്ട്. ഇതിങ്ങനെ കടിച്ചിങ്ങനെ നല്ല രസട്ടോ. കൊടുത്താ ഇതിങ്ങനെ ചോറിനകത്ത് ഇങ്ങനെ കടിച്ചിടാൻ നല്ല രസട്ടോ. അപ്പൊ ഇനി ചോറിന് വെച്ചും ഫിച്ചറ് പക്കാവിടെ അല്ല, ഞങ്ങൾ ചോറിന്റെ കൂടെ തരും കേട്ടോ. അപ്പൊ ഇനി ചോറിൻ്റെച്ചും കാണാം. എന്തെങ്കിലുമൊക്കെ ഒരു തോരനുണ്ടെങ്കിലേ, ഓമയ്ക്ക തോരന്, കുമ്പിളി തോരന്, അങ്ങനെയൊക്കെ ഉള്ള തോരനുണ്ടെങ്കിൽ, മീൻ തോരന് ഒക്കെ ഉണ്ടെങ്കിൽ എനിക്ക് ഒഴിച്ചൂട്ടാനൊന്നും വേണ്ടട്ടോ. എനിക്ക് ഇങ്ങനെ തോരനിട്ട് പെട്ടതിരുന്ന ഇഷ്ടം. നല്ല രസമൊക്കെ ഉണ്ടാക്കിയിട്ടുണ്ട് ഞാൻ. പക്ഷെ ഇങ്ങനെ ചോറ് ഉണ്ണുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടം. തോരനൊക്കെ കൂട്ടി ചോറുണ്ണുന്നത് ഇങ്ങനെ എത്ര എനിക്ക് ഇഷ്ടപ്പെട്ട് ഒഴിച്ചൂട്ടാനാണെങ്കിലും തോരനൊക്കെ ഉള്ള സമയത്ത് ഞാൻ അങ്ങനെ ഒഴിച്ചൂട്ട എടുക്കത്തില്ല. ഇതിന്റെ ഒരു ടേസ്റ്റ് വേറെ. വെള്ളം എടുത്തോണ്ട് പോരെ. വെള്ളം ഞങ്ങളിങ്ങനെ പുറത്തൊക്കെ ഇരുന്നാ കഴിക്കുന്നു കേട്ടോ. 4 മണിയായി ചോറ് കഴിച്ചപ്പം. ശരിക്കും ഭയങ്കരമായിട്ട് വിശന്നു. അവിടെ ചെന്നപ്പോ ഏത്തയ്ക്കപ്പം വെള്ളമൊക്കെ ഉണ്ടായിരുന്നു. ഈ മീറ്റിങ്ങിന് ചെല്ലുമ്പോൾ നമുക്ക് അവിടെ ഭക്ഷണം ഉണ്ടല്ലോ, ഞാൻ കഴിച്ചില്ല. ഇവിടെ കൊണ്ട് കൊണ്ടു വെച്ചിട്ടുണ്ട് ഏത്തയ്ക്കപ്പം. എനിക്ക് വേണ്ട. അത് ഇവിടെ കൊണ്ട് വെച്ചിട്ടുണ്ട്. ഇതിന്റെ കൂടെ കഴിച്ചു കഴിയുമ്പോ രസമുണ്ട്. അവിടെ ചോറും ഉണ്ടാക്കി നൂഡിൽസും കൂടെ തിന്നുന്നു. ഞാൻ കുറച്ച് ചോറ്, കുറച്ച് നൂഡിൽസ്, അങ്ങനെയാണ് തിന്നുന്നത്. എല്ലാം കഴിക്കണമെങ്കിൽ നമ്മളെല്ലാം കുറച്ച് കഴിക്കണം. സമയം കേട്ട സമയത്ത് ഭക്ഷണം കഴിക്കുമ്പോൾ ഒരുമാതിരി അല്ലേ. ഇനിയിപ്പം രാത്രി 8 മണിക്ക് വീണ്ടും ചോറുണ്ടോന്നായിരിക്കും. വീണ്ടും 4 മണിക്കൂർ കഴിയുമ്പോൾ വീണ്ടും 8 മണിയാകുമ്പോൾ വീണ്ടും നമ്മള് കഴിക്കണ്ടേ ചോറ്. അതാണ്ട അമ്മ 2 ദിവസമൊക്കെ ടൂറിന് പോയേക്കുവായിരുന്നു കേട്ടോ. കന്യാകുമാരി, മണ്ടക്കാട്, പത്മനാഭസ്വാമി. അവിടെ പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നതാണ് ഈ ഒരു കെട്ട് സാധനം. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. നെക്കട ഇത് നമ്മള് ചോറുണ്ടപ്പം കഴിച്ച കേട്ടോ. നല്ലതായിരുന്നു. കൊണ്ടുവരുന്ന കനച്ച ടേസ്റ്റ് ഉണ്ടാവും ഇതുപോലത്തെ സാധനം. വലിയ ചില സ്ഥലത്ത് കൊണ്ടുവരുമ്പോ കനച്ച ഒരു കനവുണ്ടാവും. ഇത് ഞങ്ങൾ ഓൾറെഡി പൊട്ടിച്ചു കേട്ടോ. ഞങ്ങൾ പൊട്ടിച്ചത് ചോറിന്റെ കൂടെ തിന്നു. ഇതെന്തുകൂടെ
ഞങ്ങൾ അതിഥി സ്ലൈം ആഷ്മിയായിട്ട് സ്ലൈം ആയിരിക്കും കാണിച്ചേ? കളിക്കുന്നത്. ബണ്ണ നിറച്ച്. അയ്യോടാ, കുഞ്ഞു 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 സ്കൂളിൽ പോകുമ്പോ അവർക്ക് ബ്ലാക്ക് അല്ലേ തലയിലിട്ട് കൊണ്ടുപോകും. എന്റെ മുടിയിൽ ഒരെണ്ണം കയറും, ആശയുടെ മുടി കയറും. ഇത് തലയിൽ ഇതൊക്കെ തന്നെ ഇഷ്ടം പോലെ ഉണ്ടല്ലോ. ഒന്ന് കാണിച്ച് സ്ലൈഡ് മുടി കാണി കാശി എന്തുവാ ഇഷ്ടം പോലെ ഉണ്ട്. എന്താ എനിക്ക് ഇവിടെ നനങ്ങാൻ വയ്യ. പക്ഷെ ഇതിനകത്തൊരു സത്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഇതൊന്നും അമ്മ മേടിച്ചല്ല. ആര് ചോദിച്ചേ? ഇതെല്ലാം ചേച്ചിക്ക് മേടിച്ചു കൊടുത്തിട്ടേ. ഇത്രയും സാധനങ്ങള് തിന്നുന്ന സാധനം മാത്രമല്ല അമ്മ മേടിച്ചത്. കഴിക്കാനുള്ള സാധനങ്ങൾ മാത്രമല്ല ഇതെല്ലാം ചേച്ചിക്ക് മേടിച്ചു കൊടുത്തോട്ടെ എന്ന് പറഞ്ഞു. കമ്മലാ നോടിയത് മാലയോ? കമ്മലേ മാളയും ഇതേപോലെ 1000 എണ്ണം നമ്മൾ വാങ്ങിച്ചിട്ടുണ്ടല്ലോ. ഒന്നെങ്കിൽ 1000 തരും, അല്ലെങ്കിൽ അതിവിടെ കോമൺ ആണ്. ഒന്ന് വെക്കുന്ന ഇവിടെ ഇത് എന്നാ കൊള്ളടി. പക്ഷെ ഇതൊന്നും നമുക്ക് സ്കൂളിൽ ഇടാൻ പറ്റത്തില്ല. ആ പൊരിയൊക്കെ കാണിക്കേ. ഇതെന്തുകൂടെ കൊച്ചു ഇതിനകത്ത് കണ്ടിട്ട് ഇനി ഇത് ബണ്ണ് കിടപ്പുണ്ട്. ബണ്ണല്ല, അതൊക്കെ ആഷ്മയുടെ കരടിയും പൂതിയൊക്കെ. ഇതെന്തുവാ ഇതൊക്കെ അവര് തിന്നേണ്ട ബാക്കിയാ. അവിടുന്ന് മേടിച്ചേണ്ട ലഡു വേണ്ട വൈറ്റ് ലഡു. അത് ലഡു ആയിരിക്കത്തില്ല. തിന്നു നോക്കമ്മ. ലഡുവോ നോക്കട്ടെ, എനിക്ക് തന്നെ അമ്മയ്ക്ക് തേങ്ങാ ലഡുവോ? കൊഴപ്പില്ല, ഞങ്ങള് തന്നെ നടക്കുന്ന വിറ്റവാ. ഞങ്ങള് കഴിക്കും. പിങ്കു മിക്കുവൊക്കെ ഇവിടെ തന്നെ. ഇപ്പൊ പിങ്കുവിനെ ഇങ്ങോട്ട് അയച്ചു വിടാങ്കിലുണ്ടല്ലോ. വൈറ്റ് ലഡു നല്ലതാണ്. ഇത് നമ്മുടെ സാധാ ലഡു, വലിയ ലഡു. ഇവിടുത്തെ അമ്പലത്തിലായിരിക്കും. അറിയാം, ഞങ്ങളുടെ മിറ്റവാ. ഞങ്ങള് വീണാലും കഴിക്കും. ഞങ്ങൾക്ക് അങ്ങനൊന്നുമില്ല. എന്നാ അങ്ങോട്ട് വാ. ഇട്ടേ ഇത് കൊള്ളാം. ഇഷ്ടപ്പെട്ടില്ല. ഇതൊന്നും ഒന്നുമില്ല. ഇതിന്റെ കുടുംബത്തിൽ തന്നെ അത് തന്നെ കളർ വ്യത്യാസം ഉണ്ടെന്നേ ഉള്ളു. പിന്നെ അതെ ഇത് ഞാൻ അടി കിടന്ന ചോദിച്ചു വണ്ണന്ന്. അയ്യോ ഡീബ്രോളി. നെയ്ബ്രോളിയോ? ഡീബ്രോളി പണ്ട് ഡീബ്രോളി എന്നായിരുന്നു ഇതിന് പറയുന്നത്. അമ്മയോ? ഇത് എന്തായിരുന്നു പറയുന്നത്? പോപ്കോൺ ആയത്. ഞങ്ങള് ഡീബ്രോളി എന്നൊക്കെയായിരുന്നു ഞങ്ങളുടെ കൊച്ചുനാളി ഇതിന് പറയുന്നത്. പിന്നെ പൊരി. ഇത് നമ്മുടെ അമ്മയ്ക്കാണോ എന്റെ പേര് പോപ്കോൺ തന്നു? ഡീബ്രോളി എന്ന് പറയുന്നത്. ഡീബ്രോളി എല്ലാവരും പറഞ്ഞത് ഞങ്ങളും തന്നെ പറഞ്ഞു. ഉത്സവ സ്ഥലത്തൊക്കെ പോകുമ്പോഴേ ഇതിലെ പന്തളത്ത് പോയപ്പോ 2 മാസമൊക്കെ മുന്നേ പന്തളത്ത് അമ്പലത്തിൽ പോയപ്പോ ഇതേലും ഒരു പാക്കറ്റ് മേടിച്ചോണ്ട് വന്നു കേട്ടോ. ഇതിനേക്കാളും വലുതായിരുന്നു. അതിപ്പോഴും ഇവിടെ ഇരിപ്പുണ്ട്. കാരണം അത് കൊള്ളത്തില്ലായിരുന്നു. ഞാൻ പറഞ്ഞില്ല, ചില സ്ഥലത്ത് നമ്മൾ ഇതുപോലെ സാധനങ്ങൾ മേടിക്കും കൊള്ളത്തിലായിരിക്കും, കനച്ചായിരിക്കും. പക്ഷെ ഇതൊക്കെ കൊള്ളാം കേട്ടോ. അപ്പൊ ഇത്രയും സാധനങ്ങളാണ് അമ്മ മണ്ടക്കാട്ട് പോയിട്ട് വന്നപ്പോ കൊണ്ടുവന്നത്. തലയിലിടുന്നതെല്ലാം മാറ്റി വെച്ചായിരുന്നു. നമ്മള് ഇതൊക്കെ വാങ്ങിച്ച് രസമുണ്ട് കേട്ടോ. ഇത് പൊട്ടിച്ചില്ല, എന്നാലും കാണുമ്പോ ടേസ്റ്റിന് ടേസ്റ്റ് ഒന്നായിരിക്കും മാം. കളർ വ്യത്യാസം കാണാൻ നല്ല കരിയാപ്പിലയുടെ മണം. അതെനിക്ക് ഇഷ്ടപ്പെടില്ല അത്ര. എനിക്കൊന്നും ഇഷ്ടപ്പെട്ടില്ല. എനിക്ക് ഇതാണ്ട് ഇവിടെ ഒരു കൈ. ശരിയോ? ഇതൊക്കെ ചോറിന്റെ കൂടെ തിന്നാനാ നല്ലത്. പപ്പടം പോലെ ചോറിന്റെ കൂടെ തിന്നാൻ നല്ല രസമൊക്കെ. വെറുതെ ടി വി എന്നിരിക്കുമ്പോ തിന്നാം. ഇതെല്ലാം മാറ്റി വെച്ച ലക്ഷ്മി ഇതിനകത്തിടാതെ. പിടിയാ ഇനി പിടിക്കണമെങ്കിൽ ഇനി ഇതെല്ലാം വേറെ കൊണ്ടേ. ഇപ്പൊ പിങ്കുവിനെ അയച്ചു വിടാമെങ്കിൽ പുതിയ സാധനമാ ഒരു തീരുമാനം. പണ്ട് നമ്മൾ മണ്ടക്കാട്ട് പോയില്ല. നമ്മുടെ ഈ ഇവിടെ അടുത്തുനിന്നൊക്കെ പണ്ട് ഞങ്ങൾ ഉത്സവ സമയത്തായിരുന്നു പോയത്. മണ്ടക്കാട്ട് ഉത്സവ സമയത്ത്. ആഷ്മയുടെ കുഞ്ഞുനാളിലാ പോയത്. ഞാൻ കുഞ്ഞുനാൾ ഉടുക്കത്തെ തിരക്കായിരുന്നു. പക്ഷെ ഇപ്പൊ തിരക്കൊന്നുമില്ല. ഇവിടുന്ന് ഇങ്ങനെ ആൾക്കാർ ബസ് വിടും. ഇപ്പൊ നമ്മൾ കല്ല് കൂടെ കയറി അങ്ങനെ പോകുന്നത്. അപ്പം ഞാനും ലച്ചും കൂടെ പുതിയ വീട്ടിലോട്ട് വന്നതാട്ടോ. നമ്മുടെ കണ്ടത് യൂണിഫോം പോലും മാറിയിട്ടില്ല. കണ്ടോ, ഞാൻ പറഞ്ഞതാ യൂണിഫോമൊക്കെ മാറി കുളിച്ചേച്ച് വരാം. അപ്പം വിറവ് പറക്കാൻ വരുമല്ലേ അന്നേരം. പിന്നെ അപ്പം നമ്മൾ ആഷ്മിയെ ട്യൂഷനും ഒക്കെ വിട്ടേച്ച് നമുക്ക് വിറവ് കുറച്ച് പറക്കണം കേട്ടോ. അതിന് വന്നതാണ്. അപ്പം നമ്മുടെ പെയിൻറ്റിങ് ഒക്കെ പുരോഗമിക്കുന്നു, തീരാറായി. അടുത്ത മാസം മാറാമെന്ന് വിചാരിക്കുന്നു. അതിട്ട് ഇത് കാണാൻ പറ്റത്തില്ലല്ലോടെ. മാറേ ക്ലാസ് തുറക്ക്
അപ്പം അത്യാവശ്യം പണികളൊക്കെ കഴിഞ്ഞു. ഇനിയുണ്ട് കബോർഡൊക്കെ അടിക്കണം. പിടിച്ചേ, ചാക്ക് പിടിച്ചേ. ഞാൻ ചാക്കൊക്കെ നമുക്ക് ഇതുപോലുള്ള പട്ടികൾ കിട്ടും. ഇതൊക്കെ അവർക്ക് വേണ്ടെന്ന് എനിക്കവിടെ വെക്ക്. വേണ്ടതായിരിക്കും അവർക്ക്. കുറേ വിറവുണ്ടായിരുന്നു കേട്ടോ. പക്ഷെ രണ്ടും ഞാനിവിടുന്ന് വന്ന് വീടിന് തെക്കോ? ഹലോ, ഞാനത് കുറച്ച് വന്ന് പറക്കിക്കൊണ്ട് പോകും കേട്ടോ. തീരുമ്പം ഇഷ്ടംപോലെ വിറവുണ്ടായിരുന്നു. നമുക്ക് ഇവിടെ എല്ലാം അടുക്കി പറക്കി പിന്നെ ഇതേലുള്ളതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. പക്ഷെ ഇന്നലെ ഇന്നും മിനിങ്ങാന്നൊക്കെ മഴയായിരുന്നു. കിടന്ന് നനഞ്ഞിട്ടുണ്ട് കുറച്ച്. എന്നാലും കത്തുന്നെങ്കിൽ കത്താട്ടെ വിചാരിച്ചതൊന്നും നനഞ്ഞില്ല കേട്ടോ. 2-3 ദിവസത്തെ മഴ കിട്ടിയെങ്കിലും സംഭവങ്ങൾ നനഞ്ഞിട്ടില്ല കേട്ടോ. അതുകൊണ്ട് വലിയ ആശ്വാസം. ഇപ്പം ചുള്ളിയും പറക്കി വീട്ടിൽ പോട്ടെ. ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളു കേട്ടോ. വീഡിയോ കാണാം. സേവ് ചെയ്തിട്ട് ടാറ്റ.